ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പൊന്നൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ കാണിക്കുന്നത് നമ്മൾ അടിപൊളി ഒരു ഉച്ചയ്ക്ക് ചോറിന് കഴിക്കാൻ പറ്റിയ നല്ല നാടൻ വറുത്തരച്ച തീയലാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കൂട്ടെന്ന് വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കുരു വേവിച്ചതും കൂടിയാണ്. അപ്പോൾ ചക്കക്കുരുവും കൊച്ചുള്ളിയും നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. തേങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് കഴന്ന് വീഴാതെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി, മുരിങ്ങയ്ക്ക, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, തക്കാളി, പിന്നെ തേങ്ങാക്കൊത്ത്, ലേശം തേങ്ങാക്കൊത്തും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിൻ്റെ കൂടെ ഇട്ടാൽ ചിലപ്പോൾ പാകത്തിന് വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് വേണ്ട, കുറച്ച് മതി ചക്ക. അപ്പോൾ നമുക്ക് നല്ല ഒരു കൊഞ്ചിടുന്ന ഫീൽ തന്നെ കിട്ടും. അതിന് കഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഒരു കൊച്ചു ഉരുളിക്കകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ അതിൽ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഞാൻ കൊച്ചൊരു മുറി തേങ്ങയാണ് ചിരകി വെച്ചിരിക്കുന്നത്. അത് നല്ലതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ നമുക്ക് ഇളക്കി തേങ്ങ മൂപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മളുടെ പൊന്നൂസ് വേൾഡ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എന്നാലും നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഉറപ്പായിട്ട് നമ്മളുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. നമ്മളൊരു ചട്ടിയിൽ അതോടൊപ്പം തന്നെ എണ്ണ ചൂടാക്കാനായിട്ട് ഒരു ചട്ടിയും കൂടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യം ലേശം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് നമ്മൾ കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൊച്ചുള്ളി എല്ലാം അരിഞ്ഞു മുരിങ്ങയ്ക്ക ഇച്ചിരി കൂടെ ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല തീയലിന്. പക്ഷെ നമുക്കൊന്ന് കൈ പിടിക്കേണ്ട ഇതുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് ഫസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അതുവരെ തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ കൂട്ടി ഒരിക്കലും വെക്കരുത്, അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. മൺചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാതെ ശ്രദ്ധിച്ചോളുക. അപ്പോൾ നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പച്ചക്കറി മാത്രം ഇട്ട് വറുത്തരച്ച് വെച്ചാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. കൊച്ചുള്ളിയും ചക്കക്കുരുവും തേങ്ങാക്കൊത്തും അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. നമ്മൾ കൊഞ്ചിടാതെ തന്നെ അതേ നല്ല ടേസ്റ്റിലെ രുചിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇത് കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ലേശം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മൂടി വെച്ചേക്കുക. മൂടി വെച്ച് നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രം നമുക്ക് അരപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മളുടെ തേങ്ങ മൂത്ത് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് അരച്ച് മിക്സ് ജാറിൽ വെച്ചിട്ടുണ്ട്. നല്ലതോണം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ആ അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ചക്കക്കുരു വേവിച്ചതും തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി രുചികരമാവും. അപ്പോൾ നമ്മളുടെ തീയൽ ഇനി ഒന്നുകൂടെ തിളച്ച് നല്ല അരപ്പെല്ലാം പിടിച്ച് കഴിയുമ്പോൾ, മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും.
ഒരു തീയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പൊന്നൂസ് വേൾഡ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതൊന്നുകൂടെ മൂടി വെച്ച് നല്ലതുപോലെ തിളച്ച് നമ്മളുടെ ഗ്രേവിയൊക്കെ അതിനകത്ത് നല്ല പിടിച്ച് മസാലയുടെയൊക്കെ നല്ല മണം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ആ ചക്കക്കുരുവും തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയും അതാണ് നമ്മളുടെ തീയലിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.